അതുകൊണ്ടാണ് നമ്മൾ യുക്തിവാദം എന്ന വാക്ക് തന്നെ ഉപേക്ഷിച്ചത്. യുക്തിയിൽ ജീവിക്കാതെയും യുക്തി വാദിക്കാം. വാദത്തിൽ മാത്രം യുക്തി ഉണ്ടാവും, പ്രവൃത്തിയിൽ ഉണ്ടാവില്ല, ജീവിതത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ ജീവിക്കുന്ന ധാരാളം യുക്തിവാദികൾ ഉണ്ട്. അങ്ങനെ പോരാ, യുക്തി ജീവിക്കാനുള്ളതാണ്. സയൻസിൽ എങ്ങനെയാണ് യുക്തി ആവശ്യമായിരിക്കുന്നത്, സാങ്കേതിക വിദ്യയിൽ എങ്ങനെയാണ് യുക്തി ആവശ്യമായിരിക്കുന്നത്, തത്വചിന്തയിൽ എങ്ങനെയാണോ യുക്തി ആവശ്യമായിരിക്കുന്നത്, അതുപോലെ ദൈനംദിന ജീവിതത്തിലും യുക്തി ആവശ്യമാണ്. നമ്മുടെ വിഷയം ഇങ്ങനെ യുക്തിയിൽ ജീവിക്കുന്നതും ആത്മോത്ക്രാന്തിയും തമ്മിലുള്ള ബന്ധമാണ്. ആത്മോത്ക്രാന്തി, സെൽഫ് എവല്യൂഷൻ, മനുഷ്യന്റെ സ്വധർമ്മമാണ് എന്ന് മുൻ ചർച്ചകളിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ സ്വധർമ്മമാണ്. മനുഷ്യനായിട്ട് ജനിച്ചാൽ അയാൾ സ്വയം ഉത്ക്രമിക്കണം. ഈ ആത്മോത്ക്രാന്തി എന്നത് മനുഷ്യന് മാത്രം കഴിയുന്ന ഒന്നാണ്. മറ്റു ജന്തുവർഗങ്ങൾക്ക് അതിന് കഴിയില്ല. ഈ ജന്തുവർഗങ്ങളെല്ലാം നൈസർഗികമായ ജന്തുവർഗങ്ങളുടെ ഉത്ക്രാന്തിയിൽ കൂടി ഉണ്ടായി വന്നതാണ്. എവല്യൂഷൻ ഓഫ് സ്പീഷീസ്. മനുഷ്യനും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. മനുഷ്യൻ എന്ന ജന്തുവർഗം മറ്റു ജന്തുവർഗങ്ങളെ പോലെ ഈ ജന്തുവർഗങ്ങളുടെ ഉത്ക്രാന്തി വഴിയാണ് ഉണ്ടായത്. പക്ഷെ ഒരിക്കൽ മനുഷ്യനായാൽ മനുഷ്യന് ഈ ജന്തുവർഗത്തിന്റെ ഉത്ക്രാന്തിയിൽ കൂടി അല്ലാതെ സ്വന്തം നിശ്ചയപ്രകാരം സ്വന്തം പ്രയത്നം കൊണ്ട് ബോധപൂർവം ഉത്ക്രമിക്കാൻ കഴിയും എന്നതാണ് മനുഷ്യന്റെ വിശേഷം. ഉത്ക്രമിക്കുക എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ നില വിട്ട് കുറെ കൂടി ഉയർന്ന ഒരു നിലയെ പ്രാപിക്കുക എന്നർത്ഥം. സ്വ അതിശയനം, സെൽഫ് എക്സൈഡിങ് എന്ന് ഇതിനെ നമുക്ക് പറയാം. താൻ തന്നേക്കാൾ മെച്ചപ്പെട്ട ഒന്നായി തീരുക. ക്രാന്തിയിൽ അതാണല്ലോ സംഭവിക്കുക. ഇത് മനുഷ്യനൊരു വ്യക്തി എന്ന നിലയ്ക്ക് സമൂഹം ഉത്ക്രമിക്കാൻ കാത്തു നിൽക്കാതെ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഉത്ക്രമിക്കാൻ സാധിക്കും. ഇത് വൈയക്തികമായ ഉത്ക്രാന്തിയാണ്. ഉത്ക്രാന്തി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ബോധത്തിന്റെ നിലവാരം ഉയരുക എന്നതാണ്. ലെവൽ ഓഫ് കോൺഷ്യസ്നസ് ഉയരുക. ബോധത്തിന്റെ നിലവാരം ഉയരുമ്പോൾ അതിൻ്റെ കൂടെ ശക്തിയുടെയും ദ്രവ്യത്തിൻ്റെയും ത്രയാത്മകത്തിൻ്റെയും എല്ലാം നിലവാരം ഉയരും. ആ ബോധത്തിന് തത്തുല്യമായ എല്ലാം അയാളിൽ ഉണ്ടാകും. അങ്ങനെ ഇത് സമഗ്ര ഉത്ക്രാന്തി ആയിട്ട് ഭവിക്കും. ബോധമാണ് ആദ്യം ഉത്ക്രമിക്കുന്നത്. ജഗത്തിന്റെ ഉത്ക്രാന്തിയിലും ബോധമാണ് ഉത്ക്രമിച്ചു തുടങ്ങിയത്. ജഗത്തിന്റെ അഭിന്ന നിമിത്തോപാദാന കാരണമായ സത്ത എന്ന ആദിബോധം രണ്ടാമതൊന്നില്ലാതെ ഒന്ന് മാത്രമായിട്ട് അസ്ഥിതാമാത്രമായ വസ്തുവായിട്ട് സത്തുണ്ടായിരുന്നു. ആ സത്ത് ഞാൻ ഉത്ക്രമിക്കട്ടെ എന്ന് സങ്കല്പിച്ചപ്പോൾ അത് ഉത്ക്രാന്തി ആരംഭിച്ചു. അത് ഉത്ക്രമിച്ച് ബോധമണ്ഡലമായി. പിന്നെ ആ ബോധമണ്ഡലം മേൽക്കുമേൽ ഉത്ക്രമിച്ച് മേലെ മേലെയുള്ള ബോധമണ്ഡലങ്ങളുണ്ടായി. തുല്യങ്ങളായിട്ട് ശക്തിമണ്ഡലങ്ങളുണ്ടായി, ദ്രവ്യതരംഗങ്ങളുണ്ടായി, ത്രയാത്മകങ്ങളുണ്ടായി. ഒരു ഘട്ടത്തിൽ ബോധമണ്ഡലം തന്നെ ക്വാണ്ടം ഫീൽഡായിട്ട് മാറുന്നു. പിന്നെ അങ്ങോട്ട് ആ ക്വാണ്ടം ഫീൽഡിന്റെ കണങ്ങൾ വരെ ഉണ്ടാകുന്ന ആ ഒരു കണത്തിന് വരെ ഉത്ക്രമിക്കാം എന്ന് വരുന്നു. ഇങ്ങനെ അംശങ്ങളെ കൊണ്ട് ഉത്ക്രമിക്കാവുന്ന നില വരുന്നു. അഖണ്ഡബോധം എന്ന നില വിട്ടിട്ട് ഇത് ക്വാണ്ടം ബോധം, ക്വാണ്ടം കോൺഷ്യസ്നസ് ആയിത്തീരുന്നു. അവിടെ നിന്നാണ് അസംഖ്യം തലങ്ങളിലുള്ള
സസ്യ ജന്തു വർഗങ്ങളെല്ലാം ഉത്ക്രമിച്ച് വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഉത്ക്രമിച്ച് മനുഷ്യൻ ആയി തീർന്നു. ഈ മനുഷ്യൻ എന്ന ആ സാമാന്യ തലത്തിൽ നിന്ന് നമ്മൾ എന്തായിട്ട് ജനിച്ചുവോ ആ തലത്തിൽ നിന്ന് നമുക്ക് ഉയർന്നു പോകാൻ സാധിക്കണം. അവിടെ നിന്ന് നമ്മുടെ ബോധതലത്തെ നമ്മൾ ഉയർത്തണം. ഇതെങ്ങനെ സാധിക്കും? സാധിക്കുമോ? സാധിക്കുമെങ്കിൽ എങ്ങനെ? ഇതാണ് ചിന്തിക്കേണ്ട വിഷയം. നമ്മുടെ ബോധം നമ്മൾ അറിയാതെ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബോധം നിശ്ചലമായിട്ട് നിൽക്കുകയല്ല. ബോധം നിശ്ചലമാണെന്ന് വാദിക്കുന്ന ചില ദർശനങ്ങളുണ്ട്. അതൊക്കെ കപടശാസ്ത്രങ്ങളാണ് എന്ന് വേണം വിചാരിക്കാൻ. ഒന്നും നിശ്ചലമായിട്ട് നിൽക്കുന്നില്ല. ഈ ജഗത്തിൽ ഒന്നിനും നിശ്ചലമായിട്ട് നിൽക്കാൻ കഴിയില്ല. ജഗത്തെ ഉത്ക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജഗത്തിലുള്ള എല്ലാം ഉത്ക്രമിക്കുന്നു. ബോധവും ഉത്ക്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇങ്ങനെ ഒരു വ്യക്തിയുടെ ബോധം ഉത്ക്രമിച്ച് അതിനേക്കാൾ മുകളിലുള്ള ഒരു ബോധതലം ആയിട്ട് പരിണമിക്കുക. നമ്മൾ ഓരോ ജ്ഞാനവും സമ്പാദിക്കുമ്പോൾ, ഓരോ പുതിയ യുക്തിയും കണ്ടെത്തുമ്പോൾ, ഓരോ പവിത്രമായ വികാരവും നമ്മുടെ ഉള്ളിൽ അങ്കുരിക്കുമ്പോൾ നമ്മുടെ ബോധത്തിന് വികാസം ഉണ്ടാകുന്നുണ്ട്. പരിപാവനമായ വികാരങ്ങളുള്ള ഒരു മനുഷ്യൻ മലിനമായ വികാരങ്ങളുള്ള മനുഷ്യനേക്കാൾ ബോധതലത്തിൽ ഉയർന്ന ആളാണല്ലോ. അതുപോലെ സമ്യജ്ഞാനമുള്ള മനുഷ്യൻ അജ്ഞാനിയായ മനുഷ്യനേക്കാളും വിപരീത ജ്ഞാനമുള്ള മനുഷ്യനേക്കാളും എത്രയോ ഉയർന്ന ബോധതലത്തിലാണ് ഉള്ളത്. ഇങ്ങനെ വാസ്തവത്തിൽ നിമിഷം തോറും നമുക്ക് ക്രാന്തി നമ്മൾ അറിയാതെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ വേഗം എങ്ങനെ വർദ്ധിപ്പിക്കാം? ഇതിൽ കൂടി നമുക്ക് എങ്ങനെയാണ് നമ്മേക്കാൾ വളരെ ഉയർന്ന ഒരാളായി തീരാൻ കഴിയുക? ഇതാണ് ചിന്തിക്കേണ്ട വിഷയം. ബോധത്തിന്റെ വികാരങ്ങളാണ് നമ്മൾ മനസ്സ്, ബുദ്ധി, ചിത്തം എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ. അതൊക്കെ അന്ധക്കരണമാണെന്നൊക്കെ ചില ശാസ്ത്രങ്ങൾ പറയും. അത് നേരത്തെ പറയാ എന്നതുപോലെ കപടശാസ്ത്രമായതുകൊണ്ടാണ്. ഇതെല്ലാം ബോധങ്ങളാണ്, ബോധവികാരങ്ങളാണ്. ബോധത്തിന് വികാരമേ ഇല്ല എന്ന് വാദിക്കുന്ന ആളുകൾക്ക് ഇത് ബോധമല്ല എന്ന് വരുത്തണം. അതിനുവേണ്ടി വാസ്തവത്തിൽ കർത്താവായ ഈ ബോധവിശേഷങ്ങളെ കരണങ്ങളായിട്ട് കൽപ്പിക്കുന്നു. എന്നിട്ട് ബാഹ്യകരണം പോലെ അന്ധക്കരണങ്ങളും ഉണ്ട്. അന്ധക്കരണം എന്ന ഒന്ന്, അതിന് 4 വൃത്തിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് വാദങ്ങൾ പോകുന്നത്. വാസ്തവത്തിൽ ഈ കരണങ്ങളുടെ പിന്നിൽ ഉള്ളത് കർത്താവാണ്. ബോധമാണ് എല്ലായിടത്തും കർത്താവ്. കണ്ണിൽ കൂടി കാണുന്നത് ബോധമാണ്, ചെവിയിൽ കൂടി കേൾക്കുന്നത് ബോധമാണ്, നാവിൽ കൂടി രുചിക്കുന്നത് ബോധമാണ്, മൂക്കുകൊണ്ട് മണക്കുന്നത് ബോധമാണ്, തൊക്കുകൊണ്ട് തൊടുന്നതും ബോധം തന്നെയാണ്. നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും ഒക്കെ ബോധം തന്നെയാണ്. അപ്പൊ സർവത്ര ബോധമാണ് കർത്താവ്, സർവത്ര ബോധമാണ് ജ്ഞാതാവ്, ബോധമാണ് ഭോക്താവ്. കർത്താവും ഭോക്താവും ജ്ഞാതാവും ആയ ബോധത്തെ മറച്ചു വെച്ചുകൊണ്ട്, ബോധത്തിന്റെ ഈ പരമാർത്ഥ സ്വരൂപം മറച്ചു വെച്ചുകൊണ്ട്, ബോധം നിഷ്ക്രിയമാണ്, അകർത്താവാണ്, അപ്രമാതാവാണ്. ഇതൊക്കെ അറിയുന്നത് മനസ്സാണ്. മനസ്സ് ജഡമാണ്, അറിയപ്പെടുന്ന ജഗത്തും ജഡമാണ്. ഇങ്ങനെ ഒരു സർവാംഗീണ ജഡവാദം ഉന്നയിക്കുന്നു വേദാന്തം. സാംഖ്യമായാലും അതുപോലെ ത്രിഗുണാത്മികയായ ജഡമായ
മൂലപ്രകൃതിയാണ് ജഗത്തിന്റെ കാരണം. അപ്പൊ അതുകൊണ്ട് ജഡവും പിന്നെ ജഗത്ത് ജഡം തന്നെയാണ്. കാരണം ജഡമാണെങ്കിൽ കാര്യം ജഡമായിരിക്കുമല്ലോ. ഇങ്ങനെ ജഡജഗത്ത്, ജഡങ്ങളായ ഇന്ദ്രിയങ്ങള്, ജഡങ്ങളായ മനസ്സ്, ബുദ്ധി, ചിത്തം, ഇതാണ് ദർശനങ്ങളിൽ കൂടി നമുക്ക് കിട്ടുന്ന ധാരണ. ഈ ധാരണകൾ വെച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമുക്ക് ഉത്ക്രമിക്കാൻ കഴിയില്ല. കാരണം ഇത് നമ്മുടെ പ്രകൃതിക്ക് വിരുദ്ധമാണ്. നമ്മെ സംബന്ധിക്കുന്ന പരമാർത്ഥത്തിന് വിരുദ്ധമാണ് ഈ ധാരണകൾ. ബോധത്തെ സംബന്ധിച്ച് ശരിയായ ധാരണ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോഴുള്ള നിലയിൽ നിന്ന് ഇനി ഉയർന്നു പോവാൻ സാധിക്കുള്ളൂ. ഇത് ഉപനിഷത്തൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്തര്യാമിയായ ബോധമാണ് ജ്ഞാതാവ്. പക്ഷെ വേദാന്തം സമ്മതിക്കില്ല. വേദാന്തം പറയും ആത്മാവ് അപ്രമാതാവാണ്. ഉപനിഷത്ത് പറയുന്നു ആത്മാവാണ് ജ്ഞാതാവ്. നാന്യോതോസ്തി വിജ്ഞാത. ഈ അന്തര്യാമിയാണ് ആത്മാവ്, അതിൽ നിന്ന് വേറെയായിട്ട് വിജ്ഞാതാവില്ല. ഇങ്ങനെ വൈരുദ്ധ്യങ്ങളുണ്ട്. ഇതിൽ നമുക്ക് ഉപനിഷത്ത് പറയുന്നത് അംഗീകരിക്കുക, ബാക്കി എല്ലാത്തിനെയും നിരാകരിക്കുക. കാരണം അവയെല്ലാം കപട ശാസ്ത്രങ്ങളാണ് എന്നതിന് ധാരാളം പ്രമാണങ്ങൾ അവയുടെ അകത്തു തന്നെ ഉണ്ട്. ആഭ്യന്തരമായ തെളിവുകൾ വെച്ചിട്ട് ഇവയെല്ലാം കപടശാസ്ത്രങ്ങളാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് അവയെ വർജിക്കുക, ഉപനിഷത്തിനെ സ്വീകരിക്കുക, ഉപനിഷത്തിനെ പഠിക്കുക, ഉപനിഷത്തിനെ സാത്മീകരിക്കുക, ഉപനിഷത്ത് ജീവിക്കുക. ഇതാണ് ഉത്ക്രാന്തിക്ക് ആവശ്യം. ഉത്ക്രാന്തിയിൽ അടിമുടി, ഉപനിഷത്തിൽ അടിമുടി യുക്തിയുണ്ട്. ബോധം പ്രവർത്തിക്കുന്നത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്. എന്തിനേയും നമ്മൾ അറിയുന്നത്, മനസ്സിലാക്കുന്നത് യുക്തിയിൽ കൂടിയാണ്. യുക്തിയിൽ കൂടി അല്ലാതെ ഒരറിവും ഉണ്ടാവില്ല. അറിവ് വരാൻ ഒരൊറ്റ വഴി യുക്തിയാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ഒന്നാമത്തെ ലക്ഷണമായിട്ട് പറയുന്നത് യുക്തിബോധം ആണ്, റാഷണാലിറ്റി. അപ്പൊ യുക്തിബോധം ഇല്ല എങ്കിൽ പിന്നെ മനുഷ്യനാണ് എന്ന് പറയാൻ പറ്റില്ല. മനുഷ്യന്റെ രൂപം മാത്രമുണ്ട്, മനുഷ്യന്റെ ഭാവം ഇല്ല. മനുഷ്യർക്ക് സ്വഭാവമാണ് യുക്തിബോധം. മനുഷ്യനായാൽ യുക്തിബോധം വേണം. മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ യുക്തിവിചാരം കൊണ്ട് ശോഭിക്കുന്നവൻ. മനനേന ഓഷധി, മനനം യുക്തിവിചാരം, അതുകൊണ്ട് ഓഷധി ശോഭിക്കുന്നു. യുക്തിവിചാരം കൊണ്ട് ശോഭിക്കുന്നവൻ എന്നർത്ഥത്തിലാണ് മനുഷ്യൻ എന്ന പേര് തന്നെ ഉണ്ടായത്. അപ്പൊ മനുഷ്യന്റെ ഒന്നാമത്തെ ലക്ഷണമായിട്ട് ഇറാഷണാലിറ്റി, യുക്തിബോധത്തെ പറഞ്ഞു. രണ്ടാമത്തേത് സമാജബോധമാണ്, സോഷ്യബിലിറ്റി. മൂന്നാമത്തേത് സൗന്ദര്യബോധം, ഈസ്തറ്റിക്സ്. ഇതില് ഈ സമൂഹബോധം അല്ലെങ്കിൽ സമാജബോധം എന്ന് പറയുന്നത് ഒരു പരിധിവരെ എല്ലാ പ്രാണികളിലും കാണാം. ധാരാളം ജന്തുവർഗങ്ങൾ സമൂഹ ജീവിതം നയിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ക്ഷുദ്രജീവികൾ മുതൽ ഉറുമ്പ് ചെതൽ മുതൽ. ഇപ്പൊ സോഷ്യബിലിറ്റി എന്നത് അതിന്റെ പ്രാകൃതമായ രൂപത്തിൽ ജന്തുവർഗങ്ങളിൽ വളരെ വിപുലമായിട്ട് കാണപ്പെടുന്നതാണ്. പക്ഷെ മനുഷ്യന്റെ സമാജ ജീവിതം മറ്റു ജന്തുക്കളുടെ സമൂഹ ജീവിതം പോലെ അല്ല. മനുഷ്യ സമൂഹത്തിന് മറ്റ് ജന്തുവർഗങ്ങളുടെ കൂട്ടങ്ങൾക്ക് ഇല്ലാത്ത വിശേഷങ്ങൾ ഉണ്ട്. ഒന്നാമത് നമുക്ക് കാണാൻ സാധിക്കും, മനുഷ്യ സമൂഹത്തിന് തനതായ ഒരു സംസ്കാരമുണ്ട്, ഒരു കൾച്ചർ ഉണ്ട്. ആ സമൂഹം, ആ സംസ്കാരം ജീവിക്കുന്നു. എവിടെയും അപവാദം കാണാം. ആ സംസ്കാരം ജീവിക്കാത്ത
ആ സംസ്കാരത്തിന് വിപരീതമായിട്ട് ജീവിക്കുന്ന ആളുകളെയും സമൂഹത്തിൽ ധാരാളമായിട്ട് കാണാൻ കഴിയും. അങ്ങനെ കാണുമ്പോൾ അതെന്തുകൊണ്ടാണ് എന്നും യുക്തി കൊണ്ട് നിരൂപണം ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ് സംസ്കാര വിരുദ്ധർ സമൂഹത്തിൽ ഉണ്ടായത്? അതിന്റെ കാരണങ്ങളിലേക്ക് ഇപ്പോൾ കിടക്കണില്ല. കാരണം വിചാരത്തിൽ ഏർപ്പെട്ടാൽ അതങ്ങനെ നീണ്ടു പോകും. വളരെ വിപുലമായ കാരണങ്ങൾ ഉണ്ട് അതിന്. പക്ഷെ അങ്ങനെ കാണുന്നുണ്ട് എന്നത് എല്ലാവരുടെയും അനുഭവമാണ്. അതുകൊണ്ട് അങ്ങനെ ഉണ്ട് എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അതുണ്ട് എന്ന് എല്ലാവരും അംഗീകരിക്കും. അങ്ങനെ കണ്ടാൽ ഈ സംസ്കാരമില്ലാത്ത ജീവിതം അല്ലെങ്കിൽ സംസ്കാരത്തിനെതിരായ ജീവിതം അപവാദമാണ് എന്നും സമാജത്തിന്റെ ഉത്സർഗം ഈ സംസ്കാരം ജീവിക്കലാണ് എന്നും പറയും. അതുപോലെ തന്നെ മനുഷ്യവർഗത്തിന് ഉത്സർഗം എന്ന് പറയുന്നത് യുക്തി ഉപയോഗിച്ച് ജീവിക്കലാണ്, യുക്തിയിൽ ജീവിക്കലാണ്, യുക്തി ജീവിക്കലാണ്. യുക്തിവിരുദ്ധമായിട്ട് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ അവിടെ മനുഷ്യ സ്വഭാവത്തിൽ നിന്നാൽ ഭ്രംശിച്ചു പോയി എന്ന് വേണം പറയാൻ. അപ്പൊ അതിനെയാണ് അപവാദമായിട്ട് പറയുന്നത്. ഇപ്പൊ മനുഷ്യർക്ക് യുക്തിയെ അനുസരിച്ച് ജീവിക്കുക എന്നത് ഉത്സർഗവും യുക്തിക്ക് എതിരായിട്ട് ജീവിക്കുക എന്നത് അപവാദവും ആണ്. ഇങ്ങനെ യുക്തിബോധം, സമാജബോധം എന്ന രണ്ട് ഗുണങ്ങൾ. മൂന്നാമത്തേത് സൗന്ദര്യബോധമാണ്, ഈസ്തറ്റിക്സ്. സൗന്ദര്യബോധം മിക്കവാറും യുക്തിബോധം പോലെ ഈ മനുഷ്യന് മാത്രമുള്ളതാണ്. ഒരുപക്ഷെ യുക്തിയേക്കാൾ കൂടുതലായിട്ട് മനുഷ്യനിൽ മാത്രമുള്ളതാണ്. വളരെ പ്രാകൃതമായ യുക്തി ഒരുപക്ഷെ മൃഗങ്ങളിലും കാണാം. ഒരു ജന്തുവിന് എന്തൊക്കെ തിന്നാം, എന്ത് തിന്നാൻ കൊള്ളില്ല എന്നുള്ള നിശ്ചയമാണ്. ഒരിക്കലും തെറ്റുപറ്റാറില്ല അതിന്. അപ്പൊ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ഭക്ഷണമല്ലാത്തത് ഇത് ശരിയായിട്ട് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ ജന്തുക്കൾക്ക് സാധിക്കും. അത് യുക്തിയല്ല, വാസനയാണ് എന്നൊരു പക്ഷേ പറയാൻ സാധിക്കും. പക്ഷെ വാസനയും യുക്തിയും ചില കാര്യങ്ങളിലൊക്കെ സമാന സ്വഭാവമുള്ളതാണ്. ഇങ്ങനെ മറ്റു ജന്തുക്കളും മനുഷ്യരും തമ്മിൽ വളരെ പ്രാകൃതമായ ഒരു തലത്തിൽ ചില സാദൃശ്യങ്ങൾ കാണാം. പക്ഷെ ഉയർന്ന തലത്തിൽ വരുമ്പോൾ മനുഷ്യവർഗം ഒറ്റപ്പെട്ട് തന്നെ നിൽക്കും. സമാജ ജീവിതത്തിലായാലും വ്യക്തിജീവിതത്തിലായാലും. സൗന്ദര്യബോധം ആവട്ടെ ഏകാന്തമായിട്ട് മനുഷ്യനിൽ മാത്രമേ കാണാറുള്ളൂ. സൗന്ദര്യം സൃഷ്ടിക്കാനോ സൗന്ദര്യം ആസ്വദിക്കാനോ മനുഷ്യർക്കല്ലാതെ വേറെ ഒരു ജീവിക്കും കഴിവുള്ളതായിട്ട് കാണുന്നില്ല. ഈ മൂന്ന് ഗുണങ്ങള് മനുഷ്യന്റെ വർഗഗുണങ്ങളായിട്ട് പറഞ്ഞു വരുന്നു: യുക്തിബോധം, സമാജബോധം, സൗന്ദര്യബോധം. ഈ മൂന്നിൽ ഏതാണ് പ്രധാനം എന്ന ചർച്ചയ്ക്കും പ്രസക്തിയുണ്ട്. അത് മൂന്നും സമപ്രധാനമാണോ, അത് ഏതെങ്കിലും ഒന്നിന് പ്രാധാന്യം കൂടുതൽ ഉണ്ടോ എന്ന് നോക്കിയാൽ ബുദ്ധിയുടെ എല്ലാ വ്യാപാരങ്ങൾക്കും ആശ്രയമായിരിക്കുന്ന ബോധം തന്നെയാണ്, യുക്തിബോധം തന്നെയാണ് ഈ മൂന്നിലും വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ളത്. ബാക്കി രണ്ടും അതിന് താഴെയാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യുക്തിബോധവും ആത്മോത്ക്രാന്തിയും എന്ന ഒരു വിഷയം ഉണ്ടായത്. ഈ മൂന്നിലൊരെണ്ണത്തിന് മറ്റു രണ്ടിനെ അപേക്ഷിച്ച്
കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന അഭിപ്രായത്തിൽ തന്നെയാണ് ഈ വിഷയം ഇങ്ങനെ നിശ്ചയിച്ചത്. നമ്മുടെ ബോധവികാസം ഉണ്ടാകണം എങ്കിൽ നമ്മളെപ്പോഴും യുക്തി തന്നെ ജീവിക്കേണ്ടി വരും. യുക്തിവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ, യുക്തിവിരുദ്ധമായിട്ട് ഒരു ധാരണയെ നമ്മൾ അംഗീകരിക്കുമ്പോൾ, യുക്തിവിരുദ്ധമായിട്ട് വല്ലതിലും നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ബോധ നിലവാരം താണുപോകുന്നു. ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അത്രയ്ക്ക് താണുപോകും. ഇങ്ങനെ ഓരോന്നോരോന്ന് സ്വീകരിച്ച് ഈ ബോധതലം താണു പോയിക്കൊണ്ടിരിക്കും. ഒടുവിൽ യുക്തിബോധമേ ഇല്ലാത്ത അവസ്ഥയിൽ എത്തും. ഫലത്തിൽ യുക്തിബോധമില്ലാത്ത ഒരുപാട് മനുഷ്യരെ നമുക്ക് ചുറ്റും കാണും. അവരാണ് വിശ്വാസങ്ങളിൽ ജീവിക്കുന്ന ആള്. വിശ്വാസജീവികൾ എന്ന് വിളിക്കാം. ഈ വിശ്വാസങ്ങളിൽ ഏറ്റവും ഭയാനകമായത് മതവിശ്വാസമാണ്. വിശ്വാസം പലതരത്തിലുണ്ട്. അതായത് നമ്മൾ ഒരു വ്യക്തിയെ വിശ്വസിക്കുന്നു, അയാൾ സത്യസന്ധനാണ്, ധർമ്മിഷ്ഠനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമുക്കറിയില്ല, തെളിവൊന്നുമില്ല അതിന്, അല്ലാതെ നമ്മൾ വിശ്വസിക്കുന്നു ഇയാൾ സത്യസന്ധനായിരിക്കും, ഇയാള് ധർമ്മിഷ്ഠനായിരിക്കും. അതും ഒരു വിശ്വാസമാണ്. അതിനേക്കാളൊക്കെ എത്രയോ അപകടം പിടിച്ച വിശ്വാസമാണ് ഈ മതവിശ്വാസം. കാരണം മതം മുഴുവൻ ജീവിതത്തെയും അതിൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ മതങ്ങളുടെയും പ്രവണത ജീവിതത്തെ മുഴുവൻ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നതാണ്. മതം കേവലം ഈശ്വര വിശ്വാസത്തിന്റെ മാത്രം പ്രശ്നമല്ല. ഈശ്വരൻ എന്നത് വെറും വിശ്വാസമാണ്, അടിസ്ഥാനമില്ലാത്ത വിശ്വാസമാണ്, അതുകൊണ്ട് അന്ധവിശ്വാസമാണ്. ജഗത്ത് ഉണ്ടായത് സത്ത് പരിണമിച്ചിട്ടാണ് എന്ന് ഉപനിഷത്ത് പറയും. സപ്തമസി പ്രകരണത്തിൽ ജഗത്തിന്റെ ഉത്പത്തി പരിണാമങ്ങളെ സംബന്ധിക്കുന്ന സിദ്ധാന്തമുണ്ട്, വിശ്വോത്ക്രാന്തി സിദ്ധാന്തമുണ്ട്. സത്ത് സങ്കല്പിച്ച് അവയവരചന ചെയ്ത് എല്ലാം ആയി തീർന്നു എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. സത്ത് സങ്കല്പിച്ച് അവയവരചന ചെയ്ത് എല്ലാം ആയി തീർന്നു. അങ്ങനെ സത്ത് ആയി തീർന്നത് മാത്രമേ ഈ ജഗത്തിൽ ഉള്ളൂ. ഈ ജഗത്തിന് വേറെ ഒരു കാരണവും ഇല്ല. അതുകൊണ്ട് ജഗത്തിന്റെ കാരണമായ ഈശ്വരൻ ഇല്ല, ജഗത്തിന്റെ സൃഷ്ടാവായ ഈശ്വരൻ ഇല്ല, ജഗത്തിന്റെ പരിപാലകനായ ഈശ്വരനും ഇല്ല, സംഹരിക്കുന്ന ഈശ്വരൻ ഒട്ടും തന്നെ ഇല്ല. അപ്പൊ സൃഷ്ടിയില്ല, സ്ഥിതിയില്ല, സംഹാരമില്ല. ഇതൊന്നും ചെയ്യാൻ അധികാരപ്പെട്ട ആരും ഈ ജഗത്തിലില്ല. സത്ത സങ്കല്പിച്ച് തുടങ്ങിയ ഉത്ക്രാന്തി ഇന്നും തുടരുന്നു. ഉത്ക്രാന്തി കാലം ചെല്ലുന്തോറും സങ്കീർണമായി വരുന്നു. ഉത്ക്രാന്തിക്കുള്ള സാധ്യതകൾ വിരളമായിട്ടും വരുന്നു. കാരണം ഉത്ക്രമിച്ചുണ്ടായതൊക്കെ പിന്നീട് നടക്കുന്ന ഉത്ക്രാന്തിയെ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ സ്വാധീനിക്കുന്നതാണ്. സാധകമായിട്ടും ബാധകമായിട്ടും വരാം നടന്നു കഴിഞ്ഞ ഉത്ക്രാന്തി. അപ്പൊ പിന്നീട് ഉണ്ടാകുന്ന ഉത്ക്രാന്തി ഈ നടന്നു കഴിഞ്ഞ ഉത്ക്രാന്തിയുടെ ഉൽപ്പന്നങ്ങളുടെ എല്ലാം വ്യാപാരങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഉത്ക്രമിക്കാനുള്ള സംഭാവ്യത, പ്രൊബബിലിറ്റി കുറഞ്ഞു വരുന്നു.
ഇത് വളരെ സങ്കീർണമായ പ്രക്രിയയാണ് ഉത്ക്രമിക്കുക എന്നുള്ളത്. ആ പ്രക്രിയ ജഗത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ ഫലമായിട്ട് പലതും ഉണ്ടാകുന്നു, ഉള്ള ചിലത് ഇല്ലാതെയാകുന്നു. ഇങ്ങനെ ജഗത്ത് അനുക്ഷണം മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ക്ഷണന്തോറും പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജഗത്തിൽ ഉത്ക്രമിച്ചുണ്ടായ പദാർത്ഥങ്ങളുടെ വ്യാപാരമല്ലാതെ വേറെ ഒന്നും അതിനെ നന്നാക്കാനോ നശിപ്പിക്കാനോ ഇല്ല എന്നതാണ് സത്യം. ജഗത്തിൽ എന്തെങ്കിലും നന്മ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഇതുവരെ ഉത്ക്രമിച്ചുണ്ടായ വസ്തുക്കളെ കൊണ്ടുണ്ടാകുന്നതാണ്. തിന്മ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും ഇതുവരെ ഉത്ക്രമിച്ചുണ്ടായ വസ്തുക്കളെ കൊണ്ട് ഉണ്ടാകുന്നതാണ്. പിന്നെ മേൽനോട്ടം വഹിക്കാനായിട്ട് സത്ത് ഇല്ലല്ലോ. സത്ത് ജഗത്തായിട്ട് മാറി, സത്ത് ഉത്ക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജഗത്ത് എന്നുള്ള ഒരു സത്യം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ആകെയുള്ള ഒരു സത്യം ജഗത്താണ്. ആ ജഗത്ത് മിഥ്യയാണ് എന്ന് വാദിക്കുന്നു ചില ദർശനങ്ങൾ. ജഗത്ത് സത്യമല്ല. ജഗത്ത് സത്യമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും സത്യമായിട്ടില്ല. സത്താണ് ജഗത്തായത്. സത്താണ് ആദിയിലുണ്ടായിരുന്ന ഏകവസ്തു. ആ ഏകവസ്തുവാണ് ജഗത്തായത്. അതുകൊണ്ട് സത്താണ് ഏകമായ പരമാർത്ഥം. ജഗത്താണ് ഏകപരമാർത്ഥം. ക്രമിച്ചുകൊണ്ടിരിക്കുന്ന സത്താണ് ജഗത്ത്. അപ്പൊ അതിലാണ് നമുക്ക് നമ്മുടെ പ്രയത്നം കൊണ്ട് നമുക്ക് ഇച്ഛാപൂർവം ഉത്ക്രമിക്കാനുള്ള ഒരു സംഭാവ്യത കിടക്കുന്നത്. ആ സംഭാവ്യത ആർക്കാണ് കിട്ടുക, ആർക്കാണ് കിട്ടാതിരിക്കുക എന്നാണ് ചിന്തിക്കേണ്ടത്. ഉത്ക്രാന്തി പ്രകൃതിയിൽ നിന്നും മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു വ്യക്തിക്ക് ഉത്ക്രമിക്കണമെങ്കിൽ ആ വ്യക്തി മനുഷ്യ പ്രകൃതിയിൽ ജീവിക്കണം. മനുഷ്യ പ്രകൃതി വിട്ട് വേറെ എവിടെയെങ്കിലും പോയി നിന്നാൽ, മനുഷ്യ പ്രകൃതിക്ക് പുറത്ത് ജീവിച്ചാൽ അയാളുടെ ഉത്ക്രാന്തിയുടെ സംഭാവ്യത അതോടുകൂടി ശൂന്യമായി. ആക്രമിക്കാൻ കഴിയില്ല. കാരണം അയാൾ പ്രകൃതിക്ക് പുറത്തുപോയി, ഉത്ക്രാന്തി പഥത്തിന് പുറത്തുപോയി. അപ്പൊ ഇത് സംഭവിക്കാതിരിക്കണം. ആദ്യം നമ്മൾ എപ്പോഴും ഉത്ക്രാന്തി പഥത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. ഉത്ക്രാന്തി പഥത്തിൽ ജീവിക്കുക, മനുഷ്യ പ്രകൃതിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യുക്തിബോധത്തിലും സമാജബോധത്തിലും സൗന്ദര്യബോധത്തിലും ജീവിക്കുക എന്നാണ്. അതാണ് മനുഷ്യ പ്രകൃതി. ഈ മൂന്നാണ് മനുഷ്യന്റെ ലക്ഷണങ്ങൾ. ഈ മൂന്നിലും ജീവിക്കുക. ഈ മൂന്നിലും കൂടിയാണ് നമുക്ക് ഉത്ക്രാന്തി ഉണ്ടാവേണ്ടത്. ഇനി ആ മൂന്നിൽ ഏതാണ് പ്രമുഖമെന്ന് നോക്കുമ്പോഴാണ് അത് നിശ്ചയമായിട്ടും യുക്തിയാണ്. ബാക്കിയെല്ലാം യുക്തിയെ ആശ്രയിച്ചിരിക്കുന്നത്. യുക്തി ആവട്ടെ ഒന്നിനെയും ആശ്രയിച്ചിരിക്കുന്നില്ല. സർവതന്ത്ര സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നതാണ് യുക്തി. യുക്തി ഒഴികെ ബാക്കിയെല്ലാം യുക്തിയെ ആശ്രയിക്കുന്നു. എല്ലാറ്റിനും ആശ്രയമായി താൻ സർവതന്ത്ര സ്വതന്ത്രമായിട്ട് ഇരിക്കുന്ന ഒന്നാണ് യുക്തി. ഇതാണ് യുക്തിയുടെ ഏകാന്തമായ മഹിമ. അപ്പൊ ഒന്നാമത് യുക്തി ജീവിതം. യുക്തി ജീവിതം ഉണ്ടായി കഴിയുമ്പോഴാണ് പിന്നെ സമാജ ജീവിതം. യുക്തിബോധം ഇല്ലാത്ത ഒരുത്തന്റെ സമാജ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കിക്കോളൂ. ഈ ബോധമില്ലാത്ത ഒരു മനുഷ്യരൂപി സമാജത്തിൽ വേണ്ട പോലെ ജീവിക്കാൻ സമർത്ഥനാവൂ? വേണ്ട പോലെയാണോ ജീവിക്കുന്നത് അറിയാൻ തന്നെ യുക്തി വേണം. സമാജത്തെ മനസ്സിലാക്കാൻ സമാജത്തിന്റെ ചരിത്രം എന്താണ്, സംസ്കാരം എന്താണ്, ഗതിവിഗതികൾ എന്തൊക്കെയാണ്,
സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോന്നിന്റെയും കാര്യകാരണ ബന്ധം എന്താണ് എന്നൊക്കെ അറിയുന്നത് യുക്തി കൊണ്ടാണ്. അപ്പൊ നമ്മൾ ജീവിക്കുന്ന സമാജത്തെ നമ്മൾ അറിയുന്നത് യുക്തിയിൽ കൂടിയാണ്. ആ അറിവുണ്ടാവാനും വേറെ വഴിയില്ല. അതുകൊണ്ട് സമാജ ജീവിതം സാർത്ഥകമാകാൻ, സഫലമാകാൻ യുക്തി കൂടിയേ കഴിയൂ. സമാജം ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയ ഒരു വ്യക്തിയുണ്ടെന്ന് വിചാരിക്കുക. എവിടെയെങ്കിലും മനുഷ്യവാസം ഇല്ലാത്തൊരു ദ്വീപില് ഒരാൾ അകപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക. ഏതെങ്കിലും പ്രകാരത്തിൽ ഭക്ഷണം സമ്പാദിച്ച് അയാൾ ജീവിക്കുന്നു. അപ്പൊ അയാൾക്ക് സമാജമില്ല ജീവിക്കാൻ. പക്ഷെ മനുഷ്യനെന്ന നിലയ്ക്ക് യുക്തി ജീവിതം അവിടെയും സാധ്യമാണ് അയാൾക്ക്. അവിടെ ഇരുന്നു കൊണ്ട് താനേത് സമൂഹത്തിൽ നിന്ന് പുറത്തായി പോയോ ആ സമൂഹത്തെ പിന്നെയും അയാൾക്ക് മനസ്സിലാക്കാം. ആ സമൂഹത്തെ അയാൾക്ക് പഠിക്കാം. ആ സമൂഹത്തിൽ ഉണ്ടായ പൂർവാനുഭവങ്ങളെ പിന്നെയും വിശകലനം ചെയ്ത് അതിന് പുതിയ ജ്ഞാനം ഉണ്ടാക്കാം. ഇതിനൊക്കെ യുക്തി അയാളെ സഹായിക്കും. അപ്പൊ ആദ്യം യുക്തിബോധം ഒന്നാമത്തേത്. പിന്നെയാണ് വരെ സമാജബോധം. അപ്പൊ സമാജത്തെ പഠിക്കാനും സമാജത്തിൽ സഫലമായിട്ട് ജീവിക്കാനും യുക്തിബോധം കൂടിയേ കഴിയൂ. യുക്തി ജീവിക്കാൻ സമാജം വേണം എന്നില്ല. പലരും യുക്തി ജീവിക്കാൻ വേണ്ടി, യുക്തി പുതിയ ജ്ഞാനം നേടാൻ വേണ്ടി സമൂഹം വെടിച്ച് കാട്ടിപ്പോയി താമസിക്കാനുള്ള ചെയ്ത് ഒറ്റയ്ക്ക്. പഴയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. വനത്തിൽ പോയി താമസിക്കുക പർണശാല വെച്ച്. എന്നത് സമൂഹത്തിന്റെ ഒരു അലർട്ടും ഇല്ലാണ്ട്, ഒരു ബാധ്യത ഇല്ലാണ്ട് എങ്ങനെയെങ്കിലും കായികനികളൊക്കെ തിന്നിട്ട് ജ്ഞാനം അന്വേഷിക്കുക, ജ്ഞാനം കണ്ടെത്തുക. വേറെ ഒരു ഇച്ഛയില്ല ജീവിതത്തില്. ഇങ്ങനത്തെ ഒരു ജീവിതം നമുക്ക് പഴയ കാലത്ത് ഉണ്ടായിരുന്നതായിട്ട് ചില പരാമർശങ്ങൾ കാണാം. അത് കഥയാകണം എന്നില്ല, ചരിത്രമാകാൻ ഒരു വിരോധവും ഇല്ല. അപ്പൊ അങ്ങനെ ചരിത്രം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. അവിടെ യുക്തിയുണ്ട്, ജ്ഞാനം ഉണ്ടാകുന്നുണ്ട്, ബുദ്ധിവ്യാപാരങ്ങളെല്ലാം നടക്കുന്നുണ്ട്, ഗ്രന്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ നിന്ന് ആ ജ്ഞാനം സമാജത്തിലേക്ക് വ്യാപിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കാരണക്കാരനായ വ്യക്തി സമാജത്തിൽ ജീവിക്കുന്നില്ല. അയാൾ സമാജത്തിലില്ല, സമാജത്തിന് പുറത്താണ്, അയാൾ വനത്തിന്റെ ഉള്ളിലാണ്. ഇങ്ങനെയും ജീവിക്കാം. അവിടെയും അയാൾ യുക്തിയിൽ ജീവിക്കുന്നുണ്ട്, സമൂഹത്തിൽ ജീവിക്കാതെ. അപ്പോഴും യുക്തി ജീവിതം തന്നെയാണ് ഒന്നാമത്തേത് എന്ന് വരുന്നത്. മൂന്നാമതാണ് ഈ സൗന്ദര്യബോധം വരുന്നത്. യുക്തിയും സമാജവും സമാജത്തിന്റെ സംസ്കാരവും ഒക്കെ കഴിയുമ്പോഴാണ് ഈ സൗന്ദര്യബോധം എന്നത് വരിക. ഇതും മനുഷ്യന്റെ വികാസത്തിന് അത്യാവശ്യമാണ്. വികാര വിചാരങ്ങൾക്ക് പക്വത വരാനും വൈശദ്യമുണ്ടാകാനും എല്ലാം സൗന്ദര്യബോധം ആവശ്യമാണ്, സൗന്ദര്യ ആസ്വാദനം ആവശ്യമാണ്. അപ്പോൾ ഒരു സൗന്ദര്യാത്മക ജീവിതവും മനുഷ്യന് നിശ്ചയമായിട്ടും ഉണ്ടാകണം. ഈ മൂന്നും മനുഷ്യന്റെ ലക്ഷണങ്ങളായതുകൊണ്ട് ഇത് മൂന്നും മനുഷ്യനിൽ അന്വയിക്കണം. ഇത് മൂന്നും മനുഷ്യൻ ജീവിക്കണം. ഈ മൂന്നിന്റെയും പ്രാധാന്യം മനസ്സിലാക്കി കഴിഞ്ഞ് പിന്നെയാണ് നമ്മൾ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നിന് കൂടുതൽ മഹത്വമുണ്ടോ എന്ന് ചിന്തിക്കണം. അങ്ങനെ നോക്കുമ്പോഴാണ് അത് തീർച്ചയായിട്ടും യുക്തിയാണ്. കാരണം ബാക്കിയെല്ലാം യുക്തി ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ സർവ്വതിനും ആശ്രയമായ യുക്തി തന്നെ ശ്രേഷ്ഠം എന്ന് വരുന്നു. യുക്തി ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. യുക്തി ഉണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ. ഓരോ നിമിഷവും ശരിയായ യുക്തി ഉപയോഗിച്ച്
ജ്ഞാനം സമ്പാദിച്ചുകൊണ്ടിരിക്കുക. ജ്ഞാനത്തെ സംബന്ധിച്ച് വലിയ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചിരിപ്പുണ്ട്. അതും ദർശനങ്ങൾ ഉണ്ടാക്കിയെടുത്ത വികലമായ അബദ്ധമായ കാഴ്ചപ്പാടാണ്. അത് ഈ ജ്ഞാനം അവിടെ നിന്നും ഒരു നിമിഷം പൊട്ടി വീഴുന്നതാണ് എന്നുള്ളതാണ്. അങ്ങനെ വീഴാൻ വിരോധമൊന്നുമില്ല. അത് ഏത് നിമിഷവും ആർക്കും സംഭവിക്കാം. മനഃപൂർവമായിട്ട് പ്രയത്നിച്ചും പൂർണ്ണജ്ഞാനത്തിലേക്ക് എത്തിച്ചേരാം. അതിനും വഴിയുണ്ട്. അതാണ് മനനം ധ്യാനം എന്ന് പറയുന്ന രണ്ട് വഴികൾ. രണ്ടും യുക്തിവിചാരമാണ്. ധ്യാനത്തിനും മനനത്തിനും വിചാരം, ചിന്ത എന്നർത്ഥമാണ്. ധ്യൈ ചിന്തായാം, മന ചിന്തായാം. മന എന്നും ധ്യൈ എന്നും രണ്ട് ധാതുക്കൾക്കും അർത്ഥം ചിന്തിക്കുക എന്നാണ്. ചിന്തിക്കുന്നത് എപ്പോഴും യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്. യുക്തിയില്ലാതെ ചിന്തിക്കാൻ പറ്റില്ല. ഇത് രണ്ടും യുക്തിവിചാരമാണ്. ഇതിൽ മനനം പ്രായണ നമ്മൾ കേട്ട വിഷയത്തെ സംബന്ധിച്ചാണ്. ഒരു വാക്യം കേട്ടാൽ ആ വാക്യത്തിന്റെ അർത്ഥം മനനം ചെയ്യുക. മനനം എന്ന യുക്തിവിചാരമാണെന്ന് പറയും. അപ്പൊ യുക്തികളെ കൊണ്ട് വിചാരം ചെയ്യുന്നു. പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടുമെല്ലാം ഈ കേട്ട വാക്യത്തിന്റെ അർത്ഥത്തെ പരീക്ഷിക്കുന്നു. ഈ അർത്ഥത്തിന്മേൽ പ്രമാണ പരീക്ഷ ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് ഈ അർത്ഥം തെറ്റോ ശരിയോ എന്ന് സ്വയം തീരുമാനിക്കുന്നു. ഇത് ഓരോ ശ്രോതാവിൻ്റെയും ധർമ്മമാണ്. താൻ കേൾക്കുന്ന ഓരോ വാക്യത്തിൻ്റെയും അർത്ഥം തെറ്റോ ശരിയോ എന്ന് പ്രമാണ പരീക്ഷ ചെയ്ത് കണ്ടെത്താൽ. അങ്ങനെ പ്രമാണ പരീക്ഷ ചെയ്യുമ്പോൾ വാക്യത്തിന്റെ അർത്ഥം അയാൾക്ക് മനസ്സിന് പ്രത്യക്ഷമാകും. വാക്യാർത്ഥത്തിന്റെ മാനസ പ്രത്യക്ഷം ഉണ്ടാകുന്നു. ഇതിനാണ് നിധിധ്യാസനം എന്ന് പറയുന്നത്. അനുഭവം, അനുഭൂതി, സാക്ഷാത്കൃതി, സാക്ഷാത്കാരം എന്നൊക്കെ ഇതിന്റെ പര്യായങ്ങളാണ്. അനുഭവമാണ് ജ്ഞാനം എന്ന് നമ്മൾ ഭാരതീയ വിദ്യാസമ്പ്രദായത്തിൽ പറയാറുള്ളത് അതുകൊണ്ടാണ്. ഇങ്ങനെ മനനം ചെയ്ത് സാക്ഷാത്കരിച്ചത്, മനസ്സിന് പ്രത്യക്ഷമാക്കിയെടുത്തത് എന്താണോ അത് മാത്രമാണ് ജ്ഞാനം. തൻ്റെ മനസ്സിന് പ്രത്യക്ഷമാകാത്ത ഒന്നും തൻ്റെ ജ്ഞാനം അല്ല. മനനം ചെയ്ത് മനസ്സിന് പ്രത്യക്ഷമാക്കിയത് ഒഴിച്ച് ബാക്കിയെല്ലാം വിശ്വാസമാണ്. അതൊന്നും അറിവല്ല. അനുഭവം മാത്രമാണ് ജ്ഞാനം. ബാക്കി വിശ്വാസം. ധ്യാനവും യുക്തിവിചാരം തന്നെയാണ്. പക്ഷെ ധ്യാനം എന്നുള്ളത് ഏതെങ്കിലും വാക്യത്തിന്റെ അർത്ഥം പരീക്ഷിക്കാൻ വേണ്ടിയല്ല. ഇതുവരെ സ്വരൂപിച്ചു വെച്ച സമസ്ത ജ്ഞാനങ്ങളും, ഇതുവരെ മനസ്സിലാക്കിയ എല്ലാ യുക്തികളും ഉപയോഗിച്ച് സ്വതന്ത്രമായി യുക്തിവിചാരം ചെയ്ത് പുതിയ ജ്ഞാനത്തെ നിഷ്പാദിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രക്രിയയാണ് ധ്യാനം. അപൂർവ ജ്ഞാനം സമ്പാദിക്കാൻ വേണ്ടി ചെയ്യുന്ന യുക്തിവിചാരമാണ് ധ്യാനം. ധ്യാനത്തിന്റെ മൂർധന്യമാണ് സമാധി. ഈ സമാധിയിലാണ് പറഞ്ഞത് എല്ലാ ജ്ഞാനം ഒരുമിച്ച് പ്രകാശിച്ച് കിട്ടും. സമാധി പ്രജ്ഞ എന്ന് പറയുന്ന ഒരു ബോധ അവസ്ഥ, ഒരു ബോധവിശേഷം തന്നെ അപ്പോൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഈ സമാധി പ്രജ്ഞയ്ക്ക് ജഗത്തിന്റെ മുഴുവൻ രഹസ്യവും ഒന്നായിട്ട് വെളിപ്പെടുമെന്നാണ് പറയാറ്. അത് അനുഭവിച്ച ആരെയും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ പറയുന്നുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു ധാരണ നമ്മുടെ പ്രാചീന വാങ്മയത്തിൽ ഉണ്ട്. ഈ സമാധി പ്രജ്ഞയിൽ എല്ലാ ജ്ഞാനവും ഒന്നിച്ചു വെളിപ്പെടും.
സാധാരണ നിലയ്ക്ക് അനുക്ഷണം ശരിയായി യുക്തി വിചാരം ചെയ്യുന്ന, ശരിയായി യുക്തി ജീവിതം നയിക്കുന്ന ആൾക്ക് ജ്ഞാനം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഒരു നിമിഷം ഇങ്ങനെ എല്ലാം കൂടി ഉണ്ടാവാൻ മാത്രമല്ല, ക്ഷണം തോറുമാണ് ജ്ഞാനം. യദു കൃഷ്ണമൂർത്തി പറയും, എൻലൈറ്റൻമെന്റ് എവറി മോമെന്റ്. ഓരോ ക്ഷണവും ജ്ഞാനോദയം ഉണ്ടാവുക. ഇങ്ങനെ ക്ഷണേ ക്ഷണേ ജ്ഞാനോദയം. ഇതാണ് ബോധവികാസത്തിന്റെ സാധാരണമായ മാർഗം. ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഏത് തിരക്കിട്ട ജീവിതത്തിന്റെ ഇടയ്ക്കും ചെയ്യാവുന്നതാണ്. ഇതിന് കാട്ടിൽ പോയി ഏകാന്തവാസം അനുഷ്ഠിച്ച് തപസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് നഗരമധ്യത്തിൽ ഇരുന്നിട്ട് ഏത് പ്രവൃത്തി ചെയ്യുന്നതിന്റെ ഇടയ്ക്കും ഇങ്ങനെ ഈ ജ്ഞാനോദയം സാധിക്കാവുന്നതാണ്. ഇങ്ങനെ ജ്ഞാനം സമ്പാദിക്കാം. നിമിഷം തോറും ജ്ഞാനം. അങ്ങനെ ജ്ഞാനം വന്നു അറിഞ്ഞോളും. പക്ഷെ അതിന് ആവശ്യം എന്താണ്? ആവശ്യം യുക്തിയാണ്. യുക്തിയില്ലാത്തവർക്ക് ഇങ്ങനെ ജ്ഞാനം ഉണ്ടാവാൻ വഴിയൊന്നുമില്ല. ഈ ക്ഷണം തോറും ജ്ഞാനോദയം എന്ന് പറയുന്നത് യുക്തിയിൽ ജീവിക്കുന്നവരുടെ മാത്രം അവസ്ഥയാണ്. അപ്പൊ യുക്തി ജീവിതം ഒരിക്കൽ നമുക്ക് ഉണ്ടായാൽ ഇങ്ങനെ ക്ഷണം തോറും നമുക്ക് ജ്ഞാനം സമ്പാദിക്കാം. അങ്ങനെ മഹാജ്ഞാനിയാകാം. ഈ ഓരോ ജ്ഞാനത്തിൽ കൂടിയും നമ്മുടെ ബോധതലത്തെ ഉയർത്തി 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 കൊണ്ടുപോയി ഇപ്പോഴത്തേക്കാൾ എത്രയോ ഉയർന്ന ബോധതലത്തിൽ നമുക്ക് എത്താൻ കഴിയും. വളരെ മേലെയുള്ള ഒരു ബോധവിധാനത്തിൽ നമ്മൾ എത്തുന്നു. അപ്പൊ നമ്മുടെ ഈ മനുഷ്യവർഗത്തിന്റെ സാധാരണ നിലവിട്ട് ആ വർഗത്തിന്റെ പൊതുവായ ബോധതലത്തിന് മേലെയുള്ള തലത്തിലായിത്തീരുന്നോള്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യൻ എന്ന ജന്തുവർഗത്തിന്റെ മേലെയുള്ള ഒരു ജന്തുവർഗത്തിൽ പെട്ടതുപോലെയാണ്. മേലെയുള്ള ജന്തുവർഗം എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും അത് ഗുണപരമായ മാറ്റമാണ്, പാരിമാണികമായ മാറ്റമല്ല. ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് അല്ല, അതൊരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ആണ്. അപ്പൊ ഇങ്ങനെ ജ്ഞാനം എത്ര വന്നു കൂടിയാലും എങ്ങനെയാണ് നമുക്ക് ഈ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഉണ്ടാവുക? മനുഷ്യവർഗത്തിന്റെ ഉപരിയുള്ള വർഗത്തിലെ പോലെ നമ്മൾ എങ്ങനെയായി തീരും എന്ന് സംശയം ഉണ്ടാകാം. പക്ഷെ ഈ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും തമ്മിലും ഒരു ബന്ധമുണ്ട്. ക്വാണ്ടിറ്റി ഒരു തലത്തിലെത്തുമ്പോൾ ക്വാളിറ്റി ആയിട്ടും മാറും. പാരിമാണികമായ മാറ്റം ഗുണപരമായ മാറ്റമായിട്ട് തീരും. അങ്ങനെയാണ് മനുഷ്യവർഗത്തിന് മുഴുവൻ ആരാധ്യരായ മഹാജ്ഞാനികൾ ഉണ്ടായത്. ആരുടെ ജ്ഞാനം കൊണ്ട്? മനുഷ്യവംശം മുഴുവനും പുതിയ ബോധതലത്തിലേക്ക് ഉയർന്നുവോ, പുതിയ ജ്ഞാനത്തിന് ഉടമസ്ഥരായി തീർന്നുവോ? അങ്ങനെയുള്ള കുറെ മനുഷ്യർ നമ്മുടെ ചരിത്രത്തിലുണ്ടല്ലോ. അവരുടെ ജീവിതം പഠിക്കുമ്പോൾ അവരിലുണ്ടായ മാറ്റത്തെ നമുക്ക് കേവലം അളവിന്റെ കാര്യത്തിൽ മാത്രമുള്ള മാറ്റമായിട്ടാണോ തോന്നുന്നത്, അതോ ഗുണപരമായ മാറ്റമായിട്ടാണോ തോന്നുന്നത്? അത്തരത്തിലുള്ള മഹാമനീഷികളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ
ഗുണപരമായിട്ട് തന്നെ അവർ മാറിയതുപോലെയാണ് നമുക്ക് തോന്നുക. കറകണ്ട അപൂർവ ജ്ഞാനം അവരിൽ ഉണ്ടായി. അങ്ങനെയുള്ള വലിയ വലിയ ജ്ഞാനങ്ങളുടെ, രഹസ്യങ്ങളുടെ ഉപജ്ഞാതാക്കൾ ആയി തീർന്ന ആളുകൾ ഗുണപരമായി തന്നെ മാറി എന്ന് പറയുന്നതിനാണ് യുക്തി. കാരണം മനുഷ്യ മനസ്സിന് ഒരിക്കലും എത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത ഉയരത്തിൽ അവരൊരു കുതിപ്പിനെത്തി. ലോകത്തിൽ ആർക്കും അറിഞ്ഞുകൂടാത്ത അറിവ് അവർ കണ്ടെത്തി. അപ്പൊ ഇങ്ങനെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്ന ഒരു വർഗം, ഉപജ്ഞാനം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടുണ്ടാകുന്ന അറിവാണ്. പ്രഥമജ്ഞാനം ഉപജ്ഞ എന്ന ഉപജ്ഞയുടെ അർത്ഥം. ഏത് വിഷയത്തിലും ആദ്യമായിട്ടുണ്ടാകുന്ന അറിവാണ് ഉപജ്ഞ. അതാർക്കുണ്ടായോ അയാൾ ഉപജ്ഞാതാവ്. അങ്ങനെ അറിയുന്നതിനാണ് ഉപജ്ഞാനം ചെയ്യുക എന്ന് പറയും. ഇങ്ങനെ ജ്ഞാനങ്ങളെ, ജ്ഞാനവിശേഷങ്ങളെ ഉപജ്ഞാനം ചെയ്ത ആളുകളുടെ പ്രതിഭയിലേക്ക് നോക്കുമ്പോൾ ആ പ്രതിഭയ്ക്ക് ഗുണപരമായി തന്നെ നമ്മുടെ പ്രതിഭയിൽ നിന്ന് മേന്മ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുഭവപ്പെടും. അത് നമ്മളെക്കാളും കുറച്ചും കൂടി കൂടുതൽ പ്രതിഭയുണ്ടവർക്ക് എന്നല്ല തോന്നുക, അളവ് കൂടുതലാണെന്ന് തോന്നുക. ഗുണപരമായിട്ട് തന്നെ അവരുടെ പ്രതിഭ എൻ്റെ പ്രതിഭയെക്കാളും മെച്ചപ്പെട്ടതാണ്. ക്വാളിറ്റേറ്റീവ്ലി ഡിഫറൻസ് ജീനിയസ് ആണ് എന്ന് തോന്നും. ഇത് നമുക്ക് എല്ലാവർക്കും അനുഭവമായിട്ടുണ്ടാവും, അത്തരത്തിലുള്ള ആളുകളെ പഠിച്ചിട്ടുള്ളവർക്കും. ഇവിടെ നമുക്ക് ഈ ഉത്ക്രാന്തിയുടെ ഒരു ദർശനം കിട്ടും. എങ്ങനെയാണ് ബോധത്തിൽ കൂടി ഉയർന്നു പോയിട്ട് മനുഷ്യവംശത്തിൽ ആരും എത്തിയിട്ടില്ലാത്ത ഉയരത്തിൽ ഒരു വ്യക്തിക്ക് എത്താൻ സാധിക്കുക? ഇങ്ങനെ എത്തിയ വ്യക്തികൾ, ഈ ഉപജ്ഞാതാക്കൾ ആരും അസാധാരണമായ ജന്മങ്ങളൊന്നുമായിരുന്നില്ല. അസാധാരണ ജന്മം എന്നൊരു ജന്മമില്ല. എല്ലാ ജന്മങ്ങളും സാധാരണമാണ്. അണ്ടവും ബീജവും ചേർന്നിട്ടല്ലാണ്ട് ഒരു ജന്മവും ഉണ്ടായിട്ടില്ല. ബാക്കിയെല്ലാം കഥയാണ്. ചരിത്ര സത്യം, രണ്ടവും ബീജവും ചേർന്ന് ഒരു സിക്താണ്ഡം ഉണ്ടാവുന്നു, സിക്താണ്ഡം ഉത്ക്രമിച്ച് ശിശുവായി തീരുന്നു എന്നതും മാത്രമാണ്. അങ്ങനെ മാത്രമേ ലോകത്തിൽ ഒരു ജന്തുവിന്റെ ഉത്പത്തി ഉണ്ടാവുള്ളൂ. മനുഷ്യന്റെ ഉത്പത്തിയും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവര് ആ കിട്ടിയ പ്രാകൃതികമായ ജീവിതത്തിൽ തൃപ്തി പൂണ്ടിരുന്നില്ല. ഈ നിലയിൽ നിന്ന് ഉയർന്നു പോകണം എന്നവർ ഇച്ഛിച്ചു. ഉള്ള അറിവ് കൊണ്ടൊന്നും അവരെ തൃപ്തരായില്ല. ഇല്ലാത്ത അറിവ് കണ്ടുപിടിക്കണം, എത്താത്ത ഉയരങ്ങളിൽ എത്തണം. അങ്ങനെ തന്നെ താൻ അതിശയിക്കുന്ന, തൻ്റെ വർഗത്തെ അതിശയിക്കുന്ന പ്രതിഭകളായിട്ടവര് മാറിയത് അവരുടെ പ്രയത്നം കൊണ്ടാണ്. വെറുതെ ഇരുന്നാൽ ആർക്കാവാൻ സാധിക്കില്ല. ഇതെല്ലാം പ്രയത്നം കൊണ്ടാണ്, തപസ് കൊണ്ടാണ് നേടിയത്. മനസ്സിന്റെയും കരണങ്ങളുടെയും ഏകാഗ്രതയ്ക്കാണ് തപസ് എന്ന് പേര്. തലകുത്തി നിൽക്കണതല്ല തപസ്, പെരുവിരലൊന്നും നിൽക്കണതല്ല. അങ്ങനെയൊക്കെ ചില കഥകളുണ്ട്. അത് തപസ്സിന്റെ ശരിയായ അർത്ഥമല്ല. മനസ്സസ്യ ഇന്ദ്രിയാണാഞ്ച് ഹൈകാഗ്ര്യം തപ ഉച്യതേ. മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രതയെയാണ് തപസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എല്ലാറ്റിനെയും ഏകാഗ്രമാക്കി, ലക്ഷ്യത്തിൽ ഏകാഗ്രമാക്കി, തനിക്ക് ആർജിക്കേണ്ട ജ്ഞാനത്തിൽ ഏകാഗ്രമാക്കി പുതിയ പുതിയ ജ്ഞാനം സമ്പാദിച്ച ആളുകളാണ്.
അവിടെ നമുക്ക് കാണാൻ സാധിക്കും ബോധത്തിന്റെ ഗുണപരമായ മാറ്റം തന്നെയല്ലേ അവരിൽ ഉണ്ടായത്. ശരിക്ക് അവർ സാധിച്ച ഉത്ക്രാന്തിയല്ലേ, വൈയക്തികമായിട്ട് ഉത്ക്രാന്തി സാധിച്ചതല്ലേ അവര്. ഇതാണ് ആത്മോത്ക്രാന്തി, സെൽഫ് എവല്യൂഷൻ. ഇതെല്ലാവർക്കും സാധിക്കും. മനുഷ്യരായിട്ട് ജനിച്ച ആർക്കും സാധിക്കും. അതിനൊന്നാമത് വേണ്ടത് മനുഷ്യ പ്രകൃതിയിൽ ജീവിക്കണം. മനുഷ്യന്റെ പ്രകൃതിയിൽ നിന്ന് കീഴ്പോട്ട് പോയാൽ പിന്നെ സാധിക്കില്ല. മനുഷ്യ സ്വഭാവമായ, മനുഷ്യന്റെ പ്രകൃതിയായ യുക്തിബോധം, സമാജബോധം, സൗന്ദര്യബോധം എന്ന ഈ ബോധങ്ങളിൽ തന്നെ ജീവിച്ചാൽ, മനുഷ്യ സ്വഭാവത്തോട് കുറവ് പുലർത്തിക്കൊണ്ട് മനുഷ്യ സ്വഭാവത്തെ തന്നെ ജീവിച്ചാൽ ആർക്കും എത്തിച്ചേരാവുന്നതേ ഉള്ളത്. ഇത് ആരുടെയും വിശേഷ അവകാശമല്ല, പ്രിവിലേജ് അല്ല ഇത്. ഇത് സാധാരണ മനുഷ്യന് സ്വപ്രയത്നം കൊണ്ട് എത്തിച്ചേരാവുന്ന ഔന്നത്യമാണ്. ആത്മോത്ക്രാന്തി എന്ന് പറയുന്നത് ആണ് ഒരു ജന്തുവർഗം അതിന്റെ രൂപം മാറി ഭാവമൊക്കെ മാറി വേറെ ഒരു ജന്തുവായി എന്ന് പറയുന്നത് പോലെ മനുഷ്യൻ വേറെ ഏതെങ്കിലും രൂപത്തിലായി തീരലല്ല. ഇത് ബോധതലത്തിൽ ഉയരലാണ്. നേരത്തെ പറഞ്ഞു, ബോധതലം ഉയരുമ്പോൾ ശക്തിയുടെ തലം ഉയരും, ദ്രവ്യത്തിന്റെ തലവും ഉയരും. എന്തെല്ലാം ഒന്നിച്ചാണ് ഉത്ക്രമിക്കുന്നത്. ബോധം ഉത്ക്രമിക്കുമ്പോൾ അതിന്റെ പിന്നാലെ അല്ല ഉത്ക്രമിക്കുക. ആദ്യം ബോധം ഉത്ക്രമിക്കണം, അതിന്റെ പിന്നാലെ ശക്തിയും ദ്രവ്യം ഉത്ക്രമിക്കണം. അങ്ങനെയാണ് ഉത്ക്രാന്തി സാധിക്കണം. അതിനാവശ്യം ഉത്ക്രാന്തി പഥത്തിൽ നമ്മൾ നിൽക്കണം. ഉത്ക്രാന്തി പഥത്തിൽ കൂടി തന്നെ നമ്മൾ സഞ്ചരിക്കണം. ആ വഴി വിട്ട് നടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പ്രകൃതിയിൽ നിന്ന് ഉത്ക്രാന്തി ഉണ്ടാവുള്ളൂ. ഈ മനുഷ്യന് മാത്രം നേടാൻ കഴിയുന്ന ഈ ആത്മോത്ക്രാന്തി നമുക്ക് നേടണമെങ്കിൽ ആദ്യം നമ്മൾ മനുഷ്യ പ്രകൃതിയിൽ ജീവിക്കണം. മനുഷ്യപ്രകൃതി അഥവാ മനുഷ്യ സ്വഭാവം എന്ന് പറയുന്നത് യുക്തിബോധം, സമാജബോധം, സൗന്ദര്യബോധം എന്ന മൂന്നെണ്ണമാണ്. ഇത് ജീവിക്കണം. ഈ മൂന്നിൽ വെച്ച് യുക്തിയാണ് പ്രധാനം. കാരണം ബാക്കിയെല്ലാം യുക്തി ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. യുക്തിയാവട്ടെ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല, യുക്തി സ്വതന്ത്രമാണ്. ബാക്കിയെല്ലാം യുക്തിതന്ത്രമാണ്. അങ്ങനെ ഉള്ള യുക്തിയെ ഉപാസിക്കുക, യുക്തി ജീവിക്കുക. ഇതാണ് നമുക്ക് ഭാരതീയ വിദ്യാപ്രതിഷ്ഠാനത്തിന്റെ ജീവിത ആദർശമായിട്ട് മുന്നോട്ട് വയ്ക്കാനുള്ളത്. യുക്തി ജീവിക്കുക. യുക്തി ജീവിക്കുന്ന ആളുകള് തുലവും തുച്ഛമാണ്. പറയുന്ന ആളുകൾ ധാരാളം. നമുക്ക് ഈ പറയുന്നവരിൽ നിന്ന് ജീവിക്കുന്നവരായിട്ടും മാറണം. പറയുന്നതിന് മഹാത്മ്യമില്ല, ആർക്കും എന്തും പറയാം. രാഷ്ട്രീയ നേതാക്കന്മാർ എന്തെല്ലാം പറയണ്ട, ഒന്നും ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലോ. അതുപോലെ പറഞ്ഞാൽ പോരാ, പറയുന്നത് ജീവിക്കണം. അതുകൊണ്ട് യുക്തിവാദി അല്ല ആകേണ്ടത്, യുക്തിജീവി ആവണം. ഉത്ക്രാന്തി യുക്തിജീവികൾക്ക് മാത്രം ഉള്ളതാണ്, യുക്തിവാദികൾക്ക് ഉള്ളതല്ല. അതുകൊണ്ടാണ് യുക്തി ജീവിതവും ആത്മോത്ക്രാന്തിയും എന്ന വിഷയം. അപ്പൊ ഇത് നമ്മള് ഗംഭീരമായിട്ട് മനനം ചെയ്യുക. മനനം ചെയ്യാനുള്ളൊരു വഴി മാത്രമാണ് ഇട്ടത്. ഇതുകൊണ്ട് വിചാരം പൂർണ്ണമാവണമെന്നില്ല. ഇത് ചിന്തിക്കാനുള്ളൊരു വഴി മാത്രമാണ്. എല്ലാ ചർച്ചകളും ചിന്തിക്കാൻ വഴിയൊരുക്കലാണ്. ചർച്ചകളിൽ ഒരിക്കലും ഒരു വിചാരവും പൂർണ്ണമാവില്ല. ചർച്ച തുടങ്ങാൻ മാത്രമുള്ളതാണ്, അവസാനിക്കാനുള്ളതല്ല. അപ്പൊ ഇത് നമുക്ക് ചിന്തിക്കാൻ ഒരു പ്രേരണയാവണം.
ഇത് ചിന്തയുടെ വഴിവെട്ടണം. അങ്ങനെ നമുക്ക് യുക്തി ജീവിതം ഇവിടെ ആരംഭിക്കാൻ സാധിക്കണം. ഒരിക്കൽ ഗൗരവമായിട്ട് നമ്മൾ യുക്തി ജീവിതം നയിക്കാൻ തീരുമാനിച്ച് യുക്തി ജീവിതം ആരംഭിച്ചാൽ നിശ്ചയമായിട്ടും ക്ഷണം തോറും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. ക്രാന്തി ഒരു ക്ഷണം കൊണ്ട് വരണതല്ലോ, നിമിഷം തോറും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ പൂർത്തീകരണം ഒരു നിമിഷം ഉണ്ടാകും, അത്രയേ ഉള്ളൂ. അങ്ങനെ ഉത്ക്രാന്തി എന്ന പ്രക്രിയ, ആത്മോത്ക്രാന്തി എന്ന ആ പ്രക്രിയ നമുക്ക് നമ്മളിൽ ആരംഭിക്കാൻ സാധിക്കണം. നമ്മളിൽ ആരംഭിച്ചാൽ മറ്റുള്ളവരെയും ഇതിനെ പ്രേരിപ്പിച്ച് അവരിലും നമുക്ക് ഈ പ്രക്രിയ ആരംഭിക്കാൻ സാധിക്കും. അങ്ങനെ സമൂഹത്തിൽ വലിയ വലിയ വിഭാഗങ്ങൾ ഈ യുക്തി ജീവിതത്തിലേക്കും അതുവഴി ആത്മോത്ക്രാന്തിയിലേക്കും വരും. അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും വിപരീത ജ്ഞാനങ്ങളും എല്ലാം ഒഴിഞ്ഞു പോയിട്ട് സ്വച്ഛമായ, സുന്ദരമായ, യോഗ്യമായ ഒരു ജീവിത ശൈലിയും സമൂഹത്തിന് ഉണ്ടാകും. അപ്പോഴേ നമുക്ക് ഈ സനാതന ധർമ്മം, ആത്മാവ് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവും. ആത്മവിജ്ഞാനത്തിൻ്റെയും സനാതന ധർമ്മത്തിൻ്റെയും ഒക്കെ അർത്ഥം ഇങ്ങനെ അനുഭവിച്ചു വേണം അറിയാൻ, അല്ലാതെ അറിയാൻ പറ്റില്ല. അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്കാണ് ഇങ്ങനെ ചിന്തിക്കാനുള്ള ഒരു പ്രേരണ, ചിന്തയെങ്കിലും ആരംഭിക്കുക. അതാണ് ഇന്നത്തെ ഈ ചർച്ചയുടെ ഉദ്ദേശം. അത് ഇതുകൊണ്ട് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ നിർത്താം. ഇനി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. 10 കഴിഞ്ഞു.